മീറ കളക്ഷൻസ് ആകർഷകമായ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങളുടെ മായാലോകം തീർത്തുകൊണ്ട് മീറ കളക്ഷൻസ് റെഡിമെയ്ഡ് ചുരിദാറുകൾ, ടോപ്പുകൾ, കോട്ട് സെറ്റുകൾ, ചുരിദാർ മെറ്റീരിയൽ, കുർത്തീസ്, പാൻസ്, ഇന്നർ വെയേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി മീറ കളക്ഷൻസ് ഫീമെയിൽ ഔട്ട്ഫിറ്റ്സ്, തോന്നൂർക്കര. ഇന്ന് അത്തം മുതൽ 10 നാൾ വീട്ടുമുറ്റത്ത് വ്യത്യസ്തമായ പൂക്കളം ഒരുക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഓണക്കാലത്ത് പൂക്കൃഷി ചെയ്ത് വിജയഗാഥ രചിച്ച ഒരു ജനപ്രതിനിധിയുണ്ട് ഒറ്റപ്പാലത്ത്. ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലർ സുരേഷ് കുമാറും അനുജൻ ഐക്യത്തിൽ ഗിരീഷും കൂടിയാണ് ഇത്തവണ ചെണ്ടുമല്ലി കൃഷി ആദ്യമായി ഇറക്കിയത്. വാർത്ത കണ്ടുവരാം. ഇത് ഓണവിപണിയിൽ പൂക്കച്ചവടം പൊടിപൊടിക്കുന്ന കാലം. നാടും നഗരവും ഒരുപോലെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ പൂക്കൃഷിയിൽ വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് ഒറ്റപ്പാലം നഗരസഭയിലെ 3-ാം വാർഡ് കൗൺസിലർ സുരേഷ് കുമാറും സഹോദരനായ ഐക്യത്തിൽ ഗിരീഷും. ഓണക്കാലത്ത് പൂക്കൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം എന്തുകൊണ്ട് സ്വയം പൂവ് കൃഷി ചെയ്തുകൂടാ എന്ന ചർച്ചയിൽ നിന്നാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. ഓണത്തിനുള്ള പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു ചെണ്ടുമല്ലി കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ട് കൃഷിഭവനെ സമീപിച്ചത്. അപ്പോൾ അവിടുന്ന് കൃഷി ഓഫീസർ ഷഫ്ന മേഡവും സുരേഷ് സാറും 3-ാം വാർഡ് കൗൺസിലറും നമുക്കതിനുണ്ട് എല്ലാ അസിസ്റ്റൻസും ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ഇത് പ്രകാരമാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ സാധനം ഇപ്പോൾ വിളവെടുക്കാൻ ഇന്ന് 58-ാമത്തെ ദിവസമാണ്. ഏറ്റവും നല്ല ഉൽപ്പാദനമുണ്ട്. നമുക്കിത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇത് വിളവെടുക്കാൻ ഏകദേശം ഇന്നാണ് വിളവെടുപ്പ് തുടങ്ങുന്നത്. ഇന്ന് മുതൽ നമുക്ക് 10 ദിവസം എന്തായാലും നല്ല ആദായം കിട്ടുന്നതാണ് എനിക്കിതെന്ന് മനസ്സിലായത്. സുരേഷിന്റെ സഹോദരനായ ഐക്യത്തിൽ ഗിരീഷിന്റെ കണ്ണിയംപുറത്തെ 50 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. ആദ്യ ചുവടുവെപ്പായതിന്റെ ചില പാളിച്ചകളെല്ലാം ഉണ്ടായെങ്കിലും കൃഷി ലാഭകരമാണെന്നാണ് ഗിരീഷും പറയുന്നത്. ഒറ്റപ്പാലം കൃഷിഭവന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് കൃഷിയിൽ ഇവർ വിജയം കൊയ്തത്. ഈ ഓണത്തോടനുബന്ധിച്ച് നമുക്ക് പുറത്തു വരുന്ന പൂവിനേക്കാൾ നല്ലത് നമ്മുടെ നാട്ടിലെ പൂവിനുള്ള ഉദ്ദേശത്തിൽ 2-3 വർഷമായി ഇതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച നടക്കല്ല. ഇതിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ നടത്താൻ നോക്കിയിട്ട് 2-3 കൊല്ലം മുമ്പ് ഞാൻ ഈ കുടുംബശ്രീക്കാരോട് പറഞ്ഞു, നമുക്കൊരു പണിയെ ഒരു 100 റുപ്യ ഓരോ അംഗങ്ങൾ തന്നിട്ട് അങ്ങനെ തുടങ്ങാൻ എന്ന് പറഞ്ഞു. കുറച്ചാളുകളൊക്കെ അനുകൂല ഇതുണ്ടായി. പിന്നെ കൂടുതൽ ആളുകൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും. അപ്പോൾ പിന്നെ അത് വേണ്ട വെച്ചു. കഴിഞ്ഞ കൊല്ലം ഞാൻ എൻ്റെ പറമ്പിൽ തന്നെ വൃത്തിയാക്കി നോക്കി. അത് വല്ലാണ്ട് കാട് പിടിച്ചു പോയി. അപ്പോൾ ഇക്കുറി വീണ്ടും ഞാൻ എൻ്റെ പാടത്ത് വൃത്തിയാക്കിയതാണ്. അവിടെ ഒരു ചെറിയ സാങ്കേതിക തടസ്സം വന്നു, അങ്ങനെ ഒഴിവായി. അപ്പോഴാണ് അനിയൻ പറഞ്ഞത്, നമ്മുടെ പറമ്പിൽ ആണ് ചെയ്യാറ്. അങ്ങനെ അനിയൻ്റെ പറമ്പിലാണ് ഇത് കിട്ടിയത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. വിശാലമായിട്ട് 19 സെന്റ് സ്ഥലത്തിലധികം ഉണ്ട്. അത് ഇത്രയും സ്ഥലം വൃത്തിയായിട്ട് ചെയ്തു. ഇതിപ്പോൾ മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികൾക്കിടയിൽ കുറച്ച് വാടാമല്ലിയും കൃഷി ചെയ്തു. 60 ദിവസം കൊണ്ടാണ് വിളവെടുക്കാൻ പാകത്തിന് ചെണ്ടുമല്ലികളായത്. ആഫ്രിക്കൻ മേരി ഗോൾഡ് ഇനത്തിൽപ്പെട്ട അശോക എന്ന ചെണ്ടുമല്ലി വിത്തുകളാണ് പരീക്ഷിച്ചത്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ ചേർന്ന് പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. 50 സെന്റ് സ്ഥലത്ത് ചെണ്ടുമല്ലി പൂക്കൾ കൃഷി ചെയ്തിരിക്കുക. ചെണ്ടുമല്ലി മാത്രമല്ല, വാടാമല്ലിയുണ്ട്. അതിൻ്റെ കൂടെ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കൺസെപ്റ്റാണ്. നമുക്ക് വേണ്ടത് നാം ഉൽപ്പാദിപ്പിക്കും. എന്തായാലും ഓണത്തോടനുബന്ധിച്ച് നമുക്ക് വേണ്ട പൂക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കർഷകർക്ക് മോഡലായിട്ട് കൗൺസിലർ തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു പ്രവർത്തനത്തിന് വളരെയധികം സ്വാഗതം ചെയ്യുന്നു. ഇത് ഇനി നാളെ ഈ അടുത്ത വർഷത്തേക്ക് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. നമ്മുടെ കർഷകർക്ക് കൃഷി ചെയ്യുന്ന വരമ്പത്ത് കൂടി ചെണ്ടുമല്ലി കൃഷി ചെയ്താൽ അത് കൃഷിക്ക് കൂടി ഗുണമാണ്. അപ്പോൾ അതെല്ലാം കൃഷിഭവൻ മുഖാന്തരം ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊരു മാതൃകയായി ചെയ്തിട്ടുള്ള കൗൺസിലറുടെ ഈ ഒരു പ്രവർത്തനത്തിന് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ KP സുരേഷ്, കൃഷി അസിസ്റ്റന്റുമാരായ S പ്രതാപ്, R സിന്ധു തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് CCV.